ചിത്രോദയം സ്നാപ്പ് ന്യൂസിലേക്ക് സ്വാഗതം. തമിഴ്നാട്ടിൽ നിർണായക ഉപതെരഞ്ഞെടുപ്പ് നടക്കാനിരിക്കെ നിലപാട് വ്യക്തമാക്കി നടൻ വിജയ്. ജൂലൈ 19 നടക്കുന്ന വിക്രവാണ്ടി ഉപതെരഞ്ഞെടുപ്പിൽ തന്റെ പാർട്ടിയായ തമിഴക വെട്രിക്കഴകം മത്സരിക്കേണ്ടെന്ന് വിജയ് തീരുമാനിച്ചു. ടിവിക്ക് ഇത് സംബന്ധിച്ച് ഇന്ന് പ്രസ്താവന ഇറക്കി. ഇനി 3 ആഴ്ച മാത്രമാണ് ഉപതെരഞ്ഞെടുപ്പിനുള്ളത്. തമിഴ്നാട്ടിന്റെ ഭരണത്തിൽ യാതൊരു മാറ്റവും വരുത്താൻ പര്യാപ്തമായ ഉപതെരഞ്ഞെടുപ്പല്ല വരാൻ പോകുന്നത്. എന്നാൽ തമിഴ് രാഷ്ട്രീയത്തിൽ വലിയ ചലനങ്ങൾക്ക് ഈ ഉപതെരഞ്ഞെടുപ്പ് കാരണമാകും. ഉപതെരഞ്ഞെടുപ്പിൽ മത്സരിക്കില്ലെന്ന് പ്രധാന പ്രതിപക്ഷമായ AIADMK കഴിഞ്ഞ ദിവസം വ്യക്തമാക്കിയിരുന്നു. ഇതിന്റെ പിന്നാലെയാണ് വിജയുടെ പാർട്ടിയും സമാനമായ നിലപാട് പറയുന്നത്. ഇത് BJP സഖ്യത്തിന് നേട്ടമാകുമെന്ന് വിലയിരുത്തുന്നു. വിജയ് അടുത്തിടെയാണ് രാഷ്ട്രീയ പാർട്ടി രജിസ്റ്റർ ചെയ്തതും ജനക്ഷേമ പ്രവർത്തനങ്ങൾ സജീവമാക്കിയതും. ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ പാർട്ടി മത്സരിച്ചിരുന്നില്ല. 2026 നടക്കാനിരിക്കുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ പാർട്ടി മത്സരിക്കുമെന്നാണ് നേതാക്കൾ പറഞ്ഞത്. ഇന്ന് പുറത്തിറക്കിയ പ്രസ്താവനയിൽ വിശദീകരിക്കുന്നത് 2026 നിയമസഭാ തെരഞ്ഞെടുപ്പ് വരെ ഒരു തിരഞ്ഞെടുപ്പിലും മത്സരിക്കില്ല എന്നാണ്. ജൂലൈ 10 നടക്കാനിരിക്കുന്ന ഉപതെരഞ്ഞെടുപ്പിന് പുറമെ തദ്ദേശ തെരഞ്ഞെടുപ്പ് അടുത്ത വർഷം വരികയാണ്. തദ്ദേശ തെരഞ്ഞെടുപ്പിലും വിജയുടെ പാർട്ടി മത്സരിക്കില്ല. ഒരു രാഷ്ട്രീയ പാർട്ടിക്കുള്ള ജനകീയ അടിത്തറ വ്യക്തമാക്കുന്ന തെരഞ്ഞെടുപ്പാണ് തദ്ദേശ തെരഞ്ഞെടുപ്പ്. 2025 തദ്ദേശ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കില്ല എന്ന നിലപാട് TVക്ക് മാറ്റുമോ എന്ന് വ്യക്തമല്ല. അതേസമയം ജനക്ഷേമ പ്രവർത്തനങ്ങൾ, അംഗത്വ ക്യാമ്പയിൻ, പൊതുയോഗങ്ങൾ, വിദ്യാഭ്യാസ പ്രചോദന പരിപാടികൾ എന്നിവയിലാണ് വിജയുടെ പാർട്ടി ഇപ്പോൾ ശ്രദ്ധ കേന്ദ്രീകരിച്ചിരിക്കുന്നത്. AIADMK ദുർബലമായ സാഹചര്യത്തിൽ വിജയുടെ രാഷ്ട്രീയ വരവ് തമിഴകം വലിയ കൗതുകത്തോടെയാണ് കാണുന്നത്. പാർട്ടിയിലെ നയനിലപാടുകൾ വിജയ് പൊതുപരിപാടിയിൽ പ്രഖ്യാപിക്കുമെന്ന് TVK ജനറൽ സെക്രട്ടറി N. ആനന്ദൻ പറഞ്ഞു. DMKയുടെ സീറ്റിംഗ് മണ്ഡലമായ വിക്രവാണ്ടി N. പുകഴേന്തി MLA അന്തരിച്ചതിനെ തുടർന്നാണ് ഉപതെരഞ്ഞെടുപ്പ്. ജൂലൈ 13 വോട്ടെണ്ണൽ. DMK സ്ഥാനാർത്ഥിയായി അന്നിയൂർ ശിവ, NDK സ്ഥാനാർത്ഥിയായി അഭിനയ എന്നിവരാണ് മത്സരിക്കുന്നത്. NDA സഖ്യകക്ഷിയായ PMK ആണ് മത്സരിക്കുന്ന പ്രധാനപ്പെട്ട മറ്റൊരു കക്ഷി. C. അൻപുമണിയാണ് PMK സ്ഥാനാർത്ഥി. 2016 അനുമണി മത്സരിച്ച് 3ാം സ്ഥാനത്തെത്തിയ മണ്ഡലമാണ് വിക്രവാണ്ടി. അന്ന് അദ്ദേഹത്തിന് 41,428 വോട്ടുകൾ ലഭിച്ചിരുന്നു. വണ്ണിയാർ സമുദായത്തിന് ശക്തമായ സ്വാധീനമുള്ള മണ്ഡലമാണിത്. അതുകൊണ്ടാണ് PMK നേതാവിനെ മത്സരിപ്പിക്കാൻ BJP തീരുമാനിച്ചത്. 2016 DMK മത്സരിച്ച മണ്ഡലത്തിൽ 2ാം സ്ഥാനത്ത് AIADMK ആയിരുന്നു. ഇത്തവണ AIADMK മത്സരിക്കില്ലെന്ന് പ്രഖ്യാപിച്ചിട്ടുണ്ട്. ഇത് NDAയെ സഹായിക്കാനാണെന്ന് കോൺഗ്രസ് നേതാവ് P. ചിദംബരം ആരോപിച്ചു. ഡൽഹിയിൽ നിന്നുള്ള നിർദ്ദേശപ്രകാരമാണ് AIADMK ഈ തീരുമാനം എടുത്തതെന്നും അദ്ദേഹം കുറ്റപ്പെടുത്തി. അവർക്ക് കിട്ടേണ്ട വോട്ടുകൾ PMK സ്ഥാനാർത്ഥിക്ക് മറിക്കുമെന്നും അതുവഴി DMKയെ പരാജയപ്പെടുത്തുകയാണ് ലക്ഷ്യമെന്നും ഇന്ത്യ സഖ്യം ആരോപിച്ചു. അതേസമയം തമിഴ്നാട്ടിലെ ഉപതെരഞ്ഞെടുപ്പുകളിൽ 90% ഭരണകക്ഷി വിജയിച്ചതായാണ് ചരിത്രം. മാത്രമല്ല, ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ DMK സഖ്യം തൂർത്തുവാരിയിരുന്നു. തമിഴ്നാട്ടിലെയും പോണ്ടിച്ചേരിയിലെയും ഉൾപ്പെടെ 40 സീറ്റിലും ഇന്ത്യ സഖ്യമാണ് ജയിച്ചത്. ഈ സാഹചര്യത്തിൽ തോൽവി ഉറപ്പാണ് എന്ന അപകടം മനസ്സിലാക്കിയാണ് വിജയുടെ പാർട്ടി ഉപതെരഞ്ഞെടുപ്പിൽ നിന്ന് വിട്ടുനിൽക്കുന്നതെന്നാണ് ഒരു നിരീക്ഷണം. അതേസമയം രാഷ്ട്രീയത്തിലേക്കുള്ള തന്റെ മടങ്ങിവരവ് പ്രഖ്യാപിച്ച് VK ശശികല. ലോക്സഭാ തെരഞ്ഞെടുപ്പിലെ അപ്രതീക്ഷിത തിരിച്ചടിയോടെ AIADMK പൂർണ്ണമായി തകർന്നുവെന്ന് കരുതാൻ കഴിയില്ലെന്ന് പറഞ്ഞ VK ശശികല തന്റെ തിരിച്ചുവരവ് ആരംഭിച്ചുവെന്നും 2026 അമ്മയുടെ ഭരണം തിരികെ കൊണ്ടുവരുമെന്നും പ്രഖ്യാപിക്കുകയായിരുന്നു. പ്രതിപക്ഷ നേതാവ് എന്ന നിലയിൽ എടപ്പാടി K. പളനിസ്വാമി സർക്കാരിനോട് ശരിയായ ചോദ്യങ്ങൾ ഉന്നയിക്കുന്നില്ലെന്ന് പറഞ്ഞ ശശികല പ്രതിപക്ഷ പാർട്ടി എന്ന നിലയിൽ താൻ ചോദ്യങ്ങൾ ചോദിക്കുമെന്നും വ്യക്തമാക്കി. തമിഴ് രാഷ്ട്രീയത്തിൽ കാര്യമായ മാറ്റങ്ങൾ കൊണ്ടുവരാൻ കെൽപ്പുള്ളതാണ് ജയലളിതയുടെ തോഴിയുടെ ഈ പ്രഖ്യാപനം. നേരത്തെ തന്നെ AIADMKയുടെ നേതൃത്വം എടപ്പാടി പളനിസ്വാമിയിൽ നിന്ന് പലവട്ടം പിടിച്ചെടുക്കാൻ ശ്രമം നടത്തി പരാജയപ്പെട്ട ശശികല തന്റെ അനുയായികളെ അഭിസംബോധന ചെയ്ത് സംസാരിക്കവെയാണ് തിരിച്ചുവരവ് പ്രഖ്യാപിച്ചത്. എന്നാൽ ഇത്തവണ പിഴയ്ക്കാത്ത ലക്ഷ്യങ്ങളുമായാണ് നിയമസഭാ തെരഞ്ഞെടുപ്പ് ലക്ഷ്യമിട്ട് അവർ ഇറങ്ങുന്നതെന്ന് വാക്കുകൾ വ്യക്തം. ഇതാണ് ശരിയായ സമയം. എൻ്റെ തിരിച്ചുവരവ് ആരംഭിച്ചു കഴിഞ്ഞു, ശശികല പറഞ്ഞു. ഇതാണ് ഞാൻ പറഞ്ഞ സമയം. ഇനി നിങ്ങൾ ആശങ്കപ്പെടേണ്ടതില്ല, അവർ കൂട്ടിച്ചേർത്തു. സംസ്ഥാനത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ സഞ്ചരിച്ച ശശികല പാർട്ടിയെ ഏകീകരിക്കുക എന്ന ലക്ഷ്യമാണ് മുന്നോട്ട് വച്ചിരിക്കുന്നതെന്ന് നേരത്തെ തന്നെ വ്യക്തമാക്കിയതാണ്. നിറഞ്ഞ കയ്യടികളോടെയാണ് VK ശശികലയുടെ വാക്കുകൾ അണികൾ സ്വീകരിച്ചത്. തന്റെ മടങ്ങിവരവ് AIADMKയുടെ പുനരുജ്ജീവനം ആവുമെന്ന നിലയിലായിരുന്നു ശശികലയുടെ ഓരോ വാക്കുകളും എന്നതാണ് ശ്രദ്ധേയം.